നാടിന്റെ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ CPM തയ്യാറാവണമെന്ന് ഷാഫി പറമ്പിൽ MP. ചാനിയങ്കടവിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന UDF പ്രവർത്തകരെ അദ്ദേഹം സന്ദർശിച്ചു. ഷഫീഖ് കൂവാണിൽ, ആഷിഖ് പറമ്പത്ത്, മുഹമ്മദ് VK എന്നിവരാണ് CM ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. നേരത്തെ പ്രദേശത്ത് UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. പകരം പുതിയ ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത്. മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമിച്ചതെന്ന് ഇവർ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ആക്രമികളെ സംരക്ഷിക്കുന്നതും CPM അവസാനിപ്പിക്കണമെന്നും നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നാടിൻ്റെ സമാധാനം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം അകലെയാണ്. നാടിൻ്റെ സമാധാനം കെടുത്തുന്നിടത്തിൽ സമാധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും സമാധാനത്തിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, അതിന് ആളുകളെ കയ്യേറ്റം ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ്റെ MRI സ്കാൻ റിപ്പോർട്ട് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓർത്തോ ഡോക്ടർ വരട്ടെ എന്നിട്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ അതിനകത്ത് ഇംപ്രഷൻ പോലും അയാളുടെ ലിഗ്മെൻറ്റിന് പോലും ചെറിയ പരിക്കുകൾ ഉള്ളതായിട്ട് അതിനകത്ത് കാണുന്നു. ഓർത്തോ ഡോക്ടർ വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇത്തരം പ്രവണതകളെ CPM നേതൃത്വം നിലക്ക് നിർത്തണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലത്തേക്ക് രാത്രി 12:30-ക്ക് ശേഷം വന്നിട്ട് ബോംബെറിഞ്ഞു. അപ്പോൾ അന്ന് അതിൽ പങ്കില്ലെന്നൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ DYFI നേതാവ്, അതൊരു അധ്യാപകൻ അച്ഛനും വേറൊരു പയ്യൻ്റെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബ് എറിയുന്ന ആളാണെങ്കിൽ എന്തായിരിക്കും പിന്നെ കുട്ടികളുടെ അവസ്ഥ? അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകളുള്ള ആളുകളെ സംരക്ഷിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും അതിന് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്യുന്നത് നാടിൻ്റെ സമാധാനം കെടുത്തും. ഇതൊന്നും അറിയാത്ത CPM പ്രവർത്തകരുണ്ട്. അവരോട് പോലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. പോലീസ് ശക്തമായ ആക്ഷൻ എടുക്കണം. ഇതിൻ്റെ മുമ്പ് വിഷ്ണുവിൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞു, അതുപോലെ പൊക്കേട്ടിൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞു. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഇപ്പോൾ ബിദുലിൻ്റെ വീട്ടിൽ വീണ്ടും ബോംബെറിയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഇൻസിഡൻസ് നാടിൻ്റെ സമാധാനത്തെ കെടുത്തുന്നതാണ്. സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ജനതയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരും പോവും. ഇപ്പോൾ ഇന്നലെയായിട്ട് നിരവധിയായിട്ടുള്ള പ്രചരണ ബോർഡുകൾ, ശ്രീ പാറക്കൽ അബ്ദുള്ളയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയം ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രചരണ ബോർഡുകളോട് പോലുള്ള അസ്വസ്ഥത, സംഘടിതമായിട്ട് ഭീഷണി, അക്രമത്തിൻ്റെ ഇടയിൽ മോഷണം, ഇതിനൊന്നും പാർട്ടി പിന്തുണയോ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയോ ഉണ്ടാവാൻ പാടില്ല. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. പോലീസ് ആക്ട് ചെയ്യണം. വേറൊരു സംഘർഷം ഉണ്ടാക്കാൻ UDF ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാക്കാനും പാടില്ല. ഞങ്ങൾ പോലീസ് ആക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നീങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ്, അവർ ഓർമ്മപ്പെടുത്തുന്നു. സമാധാനത്തോടെ നാട് കഴിയാനുള്ള നടപടികൾ ഉണ്ടാവണം. ഈ ചെറുപ്പക്കാർക്ക് നേരെ അകാരണമായി നടന്ന അക്രമം, ഇപ്പോൾ അവർ പറയുന്നത് ഏതോ മണൽ വണ്ടി പിടിച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവരെ ഇതിനകത്ത് കക്ഷികളാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. അവർ യൂത്ത് ലീഗിൻ്റെയും UDFൻ്റെയും ചെറുപ്പക്കാരാണ്. ഒരു ബോർഡ് വെക്കാൻ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല. കൺട്രോൾ റൂമിൽ വന്ന പോലീസുകാരുടെ മുമ്പിൽ രണ്ടാമത് മർദ്ദനം നടന്നു എന്നാണ് അവർ പറയുന്നത്. പോലീസ് ആക്ട് ചെയ്യണം എന്നുള്ളത് നാടിൻ്റെ സമാധാനത്തെ കരുതി ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ നേതാക്കന്മാർ, CPMൻ്റെ നേതാക്കന്മാർ തുടരുന്ന ഈ പ്രവണതകളെ നിലക്ക് നിർത്താൻ തയ്യാറാവണം. ഇത്തരത്തിലുള്ള എലമെൻറ്റുകളെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഗുണ്ടായുസം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അവർക്ക് ഈ ഗുണ്ടായുസമല്ല അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ അതിൻ്റെ സമാധാനം, നാടിൻ്റെ സമാധാനം കെടുത്തരുതെന്ന് ആവശ്യപ്പെടുന്നു. പോലീസ് ആക്ഷൻ എന്താണെന്ന് നോക്കി പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ബോർഡുകൾ നശിപ്പിക്കുന്ന ഈ തോൽവി ഭീതി കാരണം അങ്ങനെ എന്തുണ്ടാവും? അല്ല, ഇതിന് ബോർഡിനോട് പോലും ഒരു അസ്വസ്ഥത എന്താ? നാട്ടിൽ ചെയ്ത കാര്യങ്ങളുടെ പേരിലോ ജനങ്ങളുടെ മുമ്പിലുള്ള ആനുകൂല്യത്തിൻ്റെ പേരിലോ ജയിക്കാനോ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരാനോ ഒക്കെ കഴിയും തോന്നലുണ്ടെങ്കിൽ ബോർഡിനോടോ വയസ്സായ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന വീടിനകത്ത് ബോംബെറിയുന്ന തരത്തിലുള്ള പ്രവണതകൾ എന്തിനാണ് വെച്ച് പുലർത്തുന്നത്? അത് ജനങ്ങളും അത് വിലയിരുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്താലും സംഭവിച്ചാലും അതൊന്നും വേറെ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലനം ഇല്ലാതിരുന്നാൽ പിന്നെ അത് അക്രമത്തിനുള്ള ലൈസൻസായി മാറും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ അന്നും ചോദിക്കുന്നത്, ഈ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ ഈ സാധനം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ആരാ ഇതിൻ്റെ നിർമ്മാതാക്കൾ? ആരാ ഇതിൻ്റെ സ്റ്റോക്കിസ്റ്റ്? ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരന് നേരെ ഉയർന്ന ആരോപണം. അന്ന് വധശ്രമത്തിന് കേസെടുക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അവസാനം എന്തായി? ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ
ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് തന്നെ അത്തരത്തിലൊരു ക്ഷതവും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? അപ്പോൾ പിന്നെ ഈ ചെറുപ്പക്കാർക്ക് നേരെ നടന്ന അതിക്രമങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? തീർച്ചയായിട്ടും നാടിന് ഗുണമുള്ള കാര്യങ്ങളല്ല ഈ ചില ഗുണ്ടാസംഘങ്ങൾ ചെയ്യുന്നത്. എല്ലാ CPM പ്രവർത്തകരും അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർ ഇത്തരത്തിലുള്ള എലമെൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരെ തിരുത്താൻ അവർ തയ്യാറാവണമെന്ന് നാടിൻ്റെ സമാധാനത്തെ കരുതി ആവശ്യപ്പെടുന്നു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.